വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ട്രഡീഷണലായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു വേർഷനിലാണ്, നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഒരപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിന്ന് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, ചെറിയ സോസ് പാനിലോ ഏതിലും ഉണ്ടാക്കാം. അപ്പോൾ അത് നമുക്ക് വേണ്ടത് അരിപ്പൊടി. ഇവിടെ വറുത്ത ഇടിയപ്പത്തിന് അല്ല അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ്. ഇതിലേക്ക് പഞ്ചസാര ശർക്കര ഉപയോഗിക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് പഞ്ചസാരയാണ്. ഒരു കപ്പും ഒരു 1/4 കപ്പും കൂടി എടുത്തു. 1/4 കപ്പ് പഞ്ചസാര, 1/4 1.5 ഉപയോഗിക്കാം മധുരത്തിനനുസരിച്ചിട്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാപ്പാൽ. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒരപ്പം ഉണ്ടാക്കുമ്പോൾ 2ഉം 3ഉം പാല് വെച്ചിട്ട്, 2ാം പാലും 3ാം പാലും വെച്ചിട്ടാണ് ഈ മിക്സർ കുഴയ്ക്കുക. അതിനുശേഷം നമ്മൾ 1ാം പാല്, അതായത് തേങ്ങയുടെ ഫസ്റ്റ് മിൽക്ക്, തിക്കായിട്ടുള്ള മിൽക്ക് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്ത് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുമല്ലോ. തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ കക്കിനോട് കൂടെ ചേർത്ത് ഇതിൻ്റെ മേലെ ഇട്ട് ആണ് ഇത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാൻ അതിന് പകരം ഇച്ചിരി ഒരു ഈസിയർ വേയിലാണ് ചെയ്യുക. 3 കപ്പ് തേങ്ങാപ്പാലിനകത്തേക്ക് ഒഴിക്കുക. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തേക്കുന്നത് 2.5 കപ്പ് തേങ്ങ എടുത്തു. അതിലേക്ക് ഒരു 3-3.5 കപ്പ് വെള്ളം ചേർത്ത്, പിന്നെ ഒരു 3 കപ്പ് വെള്ളം തേങ്ങാപ്പാൽ നമുക്ക് വേണം. അതിനകത്ത് തേങ്ങാപ്പാൽ കൂടിയാലും പ്രോബ്ലം ഇല്ല, കുറഞ്ഞു പോയിരുന്നാൽ മതി. കട്ടയില്ലാണ്ട് മിക്സ് ചെയ്യുക. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 1ാം പാലും 2ാം പാലും ഒന്നും എടുത്തിട്ടില്ല, എല്ലാം കൂടെ ഒരുമിച്ച് എടുത്തേക്കാണ്. ഇവിടെ ഞാൻ മൊത്തം 2.5 കപ്പ് തേങ്ങ എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് നന്നായിട്ട് വെള്ളം ചേർത്ത് ടോട്ടൽ നമുക്ക് വേണ്ടത് 3 കപ്പ് തേങ്ങാപ്പാൽ. ഇത് ഇച്ചിരി ഒരു എളുപ്പ വഴിയിൽ നമ്മൾ ഒരപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഒട്ടും കട്ട ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ട മൊത്തം കളയുക. അതിന് ശേഷം കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നന്നായിട്ട് കട്ടയെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ബിക്കോസ് അരിപ്പൊടിയാണല്ലോ, അടിയിൽ കട്ട കിട്ടും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറുതായിട്ട് തിക്കായൊക്കെ തുടങ്ങി കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് നല്ല തിക്കാവും. തിക്കാക്കി നമ്മളിത് കുറുക്കി എടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം തിക്കായി. ഈ സമയത്ത് സൈഡിൽ നിന്നൊക്കെ വടിച്ച് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം വരും. അതുവരെ ഇത് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി തുടങ്ങി. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ യൂഷ്വലി ഇതിന് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാറില്ല. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിച്ച് കൊടുക്കാം, എണ്ണയ്ക്ക് പകരം കുറച്ച്. ഇപ്പോൾ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വീണ്ടും ഇളക്കാം. ഈ പാൻ്റെ സൈഡിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വരണം, അതുവരെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം ടൈറ്റ് ആണെങ്കിലും ഇത് പോരാ, കുറച്ചും കൂടെ തിക്കാവണം. അത് വാട്ടർ കണ്ടൻറ്റ് മൊത്തം പോകണം, അതുവരെ കുക്ക് ചെയ്യാം. ടൈറ്റായി തുടങ്ങും. വീണ്ടും കുറച്ച് ഓയിലൂടെ ഒഴിക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്ത് നമ്മളിവിടെ ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ വെന്ത് അതിൽ നിന്നും എണ്ണ ഇറങ്ങും. ആ ഒരു എണ്ണമായി നമുക്ക് ഈ ഡോവിനകത്ത് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സും റൈസിൻസും ഒക്കെ ചേർക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നട്ട്സും റൈസിൻസും വറുക്കാനായിട്ട് ഒന്നെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ, 1-1.5 ടേബിൾ സ്പൂണോ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക. ഈ 1.25 എന്നൊക്കെ പറഞ്ഞാൽ മീഡിയം മധുരം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ നല്ല മധുരം വേണമെങ്കിൽ 1.5 കപ്പ് ഒക്കെ, 1.5 2 കപ്പ് വരെയൊക്കെ ചേർക്കാം. മധുരം അവരവരുടെ പേഴ്സണൽ ഇതനുസരിച്ചിട്ട് ചേർക്കാം. ഇവിടെ നെയ്യ് ചൂടായി. ഇതിനകത്തേക്ക് കാഷ്യൂനട്ട്സ് ഞാനൊരു ടേബിൾ സ്പൂൺ, ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റൈസിൻസും കൂടെ ചേർക്കാം. ഈ മിക്സറിനകത്തേക്ക് ഇടാം.
ആ നെയ്യോട് കൂടെ തന്നെ ഇതിനകത്തേക്ക് ചേർത്തു. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഏലക്ക പൊടിയും കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഞാൻ ചേർക്കുന്നത്, അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി നമുക്ക് വേണ്ട എല്ലാ മധുരമുള്ള സാധനങ്ങൾക്കും അതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ചേർക്കാം. പറ്റിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം കണ്ട പാനെ നന്നായിട്ട് വിട്ട് വരുന്നൊരു പരുവാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഒരപ്പത്തിൻ്റെ കുക്കിംഗ് പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ ട്രഡീഷണലി ഒരപ്പം ഉണ്ടാക്കുന്നത് നമ്മളൊരു പാനിലേക്ക് ഒഴിച്ച് താഴെയും മേലെയും, അടപ്പിൻ്റെ മേലെയും അടിയിലും കനലിട്ട് ആണ് ഇത് ശരിക്കും കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് അതിനൊക്കെയുള്ള സൗകര്യം കുറവായതുകൊണ്ടും ഇച്ചിരി എളുപ്പത്തിന് കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ഈ ഒരു സൈസ് പാനാണ്. ഇതൊരു 6 ഇഞ്ച്, 6 ഇഞ്ചോ 7 ഇഞ്ചൊക്കെ ഉപയോഗിക്കാം. അതിലേക്ക് നന്നായിട്ട് കോക്കനട്ട് ഓയിൽ ബ്രഷ് ചെയ്യുക. ഈ മിക്സറിനകത്തേക്ക് ഇടാം. നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ട് അമക്കണം. അമക്കി നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം ഇതുപോലെ സ്മൂത്തൻ ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് വല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതെല്ലാം ഫിൽഡായിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. സ്പാറ്റുല ഇല്ലാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്പൂണിൻ്റെ ഒരു തവിയുടെ അടിയിൽ ഇച്ചിരി നെയ്യ് തേച്ച് അല്ലെങ്കിൽ എണ്ണ തേച്ച് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ ട്രഡീഷണലി നമ്മൾ 1-ാം പാല് ബോയിൽ ചെയ്ത് അതിൽ നിന്ന് എണ്ണ വരുമല്ലോ, വന്ന് കഴിയുമ്പോൾ അതിൻ്റെ കക്കനോട് കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്താണ് ബേക്ക് ചെയ്യുക. ഒരുപാട് മൂക്കുന്നതിന് മുമ്പ്, ഇത്രയും ബ്ലാക്ക് ആകത്തില്ല, അതിന് മുമ്പായിട്ട് തേങ്ങ വെന്ത എണ്ണയുടെ ഒരു ഫ്ലേവറാണ് ഇതിനകത്ത് വരിക. ഇതിനകത്തും ആ ഫ്ലേവർ കിട്ടും. കാരണം നമ്മൾ തേങ്ങാപ്പാലിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് എണ്ണ റിലീസാവും. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടും. ഓക്കെ, ഇത് നന്നായിട്ട് സ്മൂത്തൻ ചെയ്തു. ഇനി നമ്മൾ എളുപ്പം വർക്കാണല്ലോ ചെയ്യുന്നത്, ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് അവനിൽ വെച്ചിട്ട് ഇത് മേലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ബേക്ക് ചെയ്യുക. അപ്പോൾ യൂഷ്വലി ഒരു 30-35 മിനിറ്റൊക്കെ സമയമെടുക്കും. ചില അവനിൽ 50 മിനിറ്റൊക്കെ സമയമെടുക്കും. അതുവരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഒരപ്പം 30 മിനിറ്റ്സോളം ഞാൻ അവനിൽ വെച്ച് ബേക്ക് ചെയ്തു. മേലെ ഒരു ചെറിയ ക്രസ്റ്റൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നൈഫോ ഇൻസേർട്ട് ചെയ്യുക. അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കുക്ക്ഡ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നന്നായിട്ട് കൂളാവണം. കൂളായ ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നീറ്റായിട്ട് മുറിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇതൊന്ന് സ്ലൈസ് ചെയ്യാം. അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ല ഹൽവ പോലെ ഇരിക്കും. മേലെ ഒരു ചെറിയൊരു ക്രസ്റ്റും ഉണ്ടാവും. ഇങ്ങനെ വരട്ടെ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരപ്പത്തിൻ്റെ വേർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യണം. കാരണം അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ഇല്ലാണ്ടാവും. ഇതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വട്ടയപ്പത്തിൻ്റെയും കിണത്തപ്പത്തിൻ്റെയും ഒക്കെ ആ ഒരു രുചിയാണ് വരിക. ഇത് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ മേലത്തെ ആ ഒരു ക്രസ്റ്റും എല്ലാം കൂടെ വരുന്നതുകൊണ്ട് ഇച്ചിരി ബെറ്റർ ഫ്ലേവറായിട്ട് തോന്നും. ഇത് ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതേപോലെ നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.